കാൽവരിനാഥനൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളൊടുങ്ങിയില്ല. മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താധികർത്താവായി വാഴുന്നവൻ. അപ്പസ്തോല പ്രവൃത്തികൾ 2:24. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ലോക ക്രൈസ്തവർ യേശുനാഥന്റെ ഉയർപ്പ് ഇന്ന് ആഘോഷമായി കൊണ്ടാടുന്നു. അതിനാധാരമായ ചരിത്ര സംഭവം 4 സുവിശേഷങ്ങളിലും വിവരിച്ചിട്ടുണ്ട്. പെന്തക്കോസ്ത് നാളിലെ പ്രസംഗത്തിൽ അപ്പസ്തോലനായ പത്രോസും ഈ കാര്യം ഇവിടെ ആവർത്തിക്കുകയാണ്. മാനവന്റെ പാപപരിഹാരത്തിനു വേണ്ടിയാണ് പിതാവായ ദൈവം തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചത്. കാൽവരിയിലെ ബലിമരണത്തിലൂടെ ഇത് സമ്പൂർണമായി നിവർത്തിച്ച കർത്താവിനെ മരണപാശങ്ങൾ അഴിച്ച് ദൈവം ഉയർപ്പിച്ചു. ജീവന്റെയും മരണത്തിന്റെയും നാഥനെ മരണത്തിനെങ്ങനെ പിടിച്ചു വയ്ക്കാൻ കഴിയും? പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് കാൽവരിയിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആരാധിക്കാൻ നമുക്ക് ഈ നല്ല കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിത്യനരകത്തിന് അവകാശികളായിരുന്നു ഞങ്ങളെന്ന് അടിയങ്ങൾ സമ്മതിക്കുന്നു. അങ്ങ് സ്വന്തം പുത്രന്റെ ബലിമരണത്തിലൂടെ ഞങ്ങളുടെ പാപപരിഹാരം വരുത്തിയ വിധങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് അങ്ങേ ആരാധിക്കുവാൻ കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ, ആമേൻ.